ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡഫ് ടോക്സ്. സോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് GR ഇന്ദുഗോപനും ജസ്റ്റിൻ മാത്യുവും കഥ തിരക്കഥ എഴുതി ജ്യോതി ശങ്കർ ഡയറക്റ്റ് ചെയ്ത 2 മണിക്കൂർ 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബേസിൽ ജോസഫ്, സജിൻ ഗോപു, ലിജോ മോൾ ജോസ്, ആനന്ദ് മന്മഥൻ, ദീപക് പരമ്പോൾ, കിരൺ പീതാംബരൻ, ജയ കുറുപ്പ്, ശൈലജ അമ്പു, തങ്കം മോഹൻ, സന്ധ്യ രാജേന്ദ്രൻ എന്നിവർ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്ത് ഹിറ്റ് അടിച്ച പൊന്മാൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ്. ഒരു 10 കോടി രൂപ നമ്മളിവിടെ വന്നിരിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ഇവിടെ വന്നിരിക്കേണ്ട കാര്യമുണ്ടോ? അതില്ല. 100 രൂപയ്ക്ക് ചാള കിട്ടും. നെമ്മീൻ കിട്ടോടെ? കിട്ടൂല. തേണ്ടാൻ പോകുന്ന ഇതിലും ഭേദം. ആരുടേത്? ഇതിന്റെ റൈറ്റേഴ്സ് ഡയറക്ടേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ GR ഇന്ദുഗോപൻ ആണെങ്കിൽ ഒരു തെക്കൻ തല്ലേസ്, അതുപോലെ തന്നെ കാപ്പയുടെ ഒക്കെ റൈറ്റർ ആയിരുന്നു. ജസ്റ്റിൻ മാത്യൂസ് ആണെങ്കിൽ മിന്നൽ മുരളി, അതുപോലെ തന്നെ കാനായിലെ മദ്യപാനികളുടെ ഒക്കെ റൈറ്റർ ആയിരുന്നു. ജ്യോതി ശങ്കർ പുള്ളിക്കാരനാണെങ്കിൽ ഒരു ആർട്ട് ഡയറക്ടറാണ്. ജോസഫ്, നീല വെളിച്ചം, എന്നാത്തൻ കേസോട്, മലയും കുഞ്ഞ് ഇതിന്റെയൊക്കെ ആർട്ട് ഡയറക്ടർ ആയിരുന്നു. പുള്ളിക്കാരന്റെ ഫസ്റ്റ് ഡെബ്യൂ ഫിലിമാണ് പൊന്മാൻ ആസ് എ ഡയറക്ടർ. ഈ സിനിമയുടെ സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ലിജോ മോൾ ജോസ് ചെയ്യുന്ന സ്റ്റെഫി ഗ്രാഫ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ കല്യാണമാണ്. ആനന്ദ് മന്മഥൻ ചെയ്യുന്ന ബ്രൂണോ എന്ന് പറയുന്ന ക്യാരക്ടറാണ് സഹോദരനായിട്ട് വരുന്നത്. സന്ധ്യ രാജേന്ദ്രനാണ് അമ്മയായിട്ട് വരുന്നത്. അപ്പൊ സ്റ്റെഫി ഗ്രാഫിന്റെ കല്യാണമാണ്. അവർ 25 പവൻ സ്ത്രീധനമായിട്ട് കൊടുക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അവർക്ക് ഒരു കാശൊന്നും സെറ്റ് ആവുന്നില്ല, വിചാരിച്ച പോലെ സ്വർണവും ആയിട്ടില്ല. അപ്പൊ ഒരു പ്ലാൻ എന്താന്ന് പറഞ്ഞാൽ കല്യാണത്തിന് ഇടാനായിട്ട് സ്വർണ്ണം എവിടെന്നെങ്കിലും സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ കല്യാണത്തിന് അന്ന് പിരിഞ്ഞു കിട്ടുന്ന കാശ് കൊടുത്തിട്ട് ഇത് ഡീലാക്കാം. ആ ഒരു പ്ലാനിലാണ് അവർ നിൽക്കുന്നത്. പക്ഷെ എവിടുന്നും സ്വർണ്ണം ഒന്നും കിട്ടുന്നില്ല ഇട്ടുകൊണ്ട് നിൽക്കാനായിട്ട്. അപ്പൊ അവിടെയാണ് ബേസിൽ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ PP അജീഷ്, നിങ്ങൾ എന്നെ നന്നായിട്ടൊന്ന് ട്രീറ്റ് ചെയ്താൽ എൻജോയ്മെന്റ് എനിക്കൊരു തരില്ല. PP അജീഷ് എന്ന് പറയുന്ന ക്യാരക്ടർ വരുന്നത്. ആ പുള്ളിക്കാരനാണെങ്കിൽ ഒരു ഡീലർ പോലത്തെ ഒരു ആളാണ്. ഈ സ്വർണ്ണം ഇങ്ങനെ കൊടുക്കാം, അത് കഴിഞ്ഞിട്ട് എത്ര രൂപയാണോ അവർക്ക് പിരിഞ്ഞു കിട്ടുന്നത് അതിന്റെ സ്വർണ്ണം അവർ വെച്ചേക്കുക, ബാക്കി എന്താ പറയുക സ്വർണ്ണം എടുത്തുകൊണ്ട് ബേസിൽ, അതായത് അജീഷ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പോവും എന്നൊരു ഡീലിൽ വരുന്നു. ഇതാണ് ഈ സിനിമയുടെ ബേസ് ക്രക്സ് എന്ന് പറയുന്ന ഒരു മെയിൻ ലൈൻ എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് ഈ ഒരു സിനിമ ഡെവലപ്പ് ആവുന്നത്. അതുപോലെ തന്നെ സജിൻ ഗോപു ചെയ്യുന്ന മറിയാനോ എന്ന് പറയുന്ന ക്യാരക്ടറിനെയാണ് സ്റ്റെഫി ഗ്രാഫ് എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ കല്യാണം കഴിക്കുന്നത്. പിന്നെ ഈ സ്റ്റോറി അങ്ങോട്ട് ഡെവലപ്പ് ആവുകയാണ്. ആ സ്വർണം എടുക്കാൻ പറ്റുന്നുണ്ടോ, സ്വർണം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു രീതിയിലാണ് ഈ ഒരു കഥ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് ഒരു നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. കൺവിൻസിങ് ആണ്, ഇറ്റ്സ് കൺവിൻസിങ് എനഫ് എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന രീതിയിൽ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് പൊന്മാൻ. ഈ സിനിമ തുടങ്ങുന്ന ഒരു പാട്ട് വെച്ചിട്ടാണ്. ഒരു കൊല്ലം പാട്ട് എന്ന് പറയുന്ന ഒരു സാധനത്തിലാണ് അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കൊല്ലത്തെ കുറച്ച് സ്ഥലങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ച് നമ്മളത് ഒരു യാത്ര എന്ന പോലെ അല്ല, നമ്മളതിൽ കൊണ്ടുപോകുന്ന ഒരു ഫീല് കിട്ടും. ഈ ഒരു പാട്ട് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി ഒരു സിനിമയ്ക്കകത്ത് ആയി കഴിഞ്ഞു. കൊല്ലത്ത് നമ്മൾ എത്തി. ഇനി അവിടെ എന്താണ് സംഭവിക്കാൻ പോണത് എന്താണ് എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ അവിടെ ലൊക്കേഷനിൽ എത്തി. അത് ഒരു പാട്ടിന് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് ഭയങ്കര വലിയൊരു പോസിറ്റീവ് തന്നെയാണ്. ഈ സിനിമയിൽ ടോട്ടൽ ഒരു 4 പാട്ടാണുള്ളത്. എല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഗുഡ്, വെൽ എന്റർടൈൻഡ്. ടെക്നിക്കലി ഒരു ബ്രില്യൻ സിനിമ തന്നെയാണ് ഇത്. ഇതിൽ എല്ലാവരും നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എടുത്തു പറയേണ്ടതാണ് ഒന്ന്, ബേസിൽ ജോസഫ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് മിക്ക സ്ഥലങ്ങളിലും. അതുപോലെ തന്നെ മരിയാനോ ചെയ്ത സജിൻ ഗോപുവിന്റെ ആ ഒരു ക്യാരക്ടർ തന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാണുമ്പോൾ തന്നെ നമുക്ക് ഘടിയാകടിയൻ എന്നൊക്കെ തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് സജിൻ ഗോപുയുടെ. ആ ഒരു മറിയാനോ എന്ന് പറയുന്ന ക്യാരക്ടർ കൊണ്ടുവരേണ്ടത് നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കൊരു പേടി തോന്നും, ഇയാൾ എന്തും ചെയ്യും, ഒരു ഭീകരനാണ് എന്നൊരു ഫീല് കൊടുക്കേണ്ട ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഡയലോഗ് ഡെലിവറി ആണെങ്കിലും ശരി, ആറ്റിറ്റ്യൂഡിലൊക്കെ ആണെങ്കിലും ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരാളാണ് ബ്രൂണോയുടെ ആ ഒരു ക്യാരക്ടർ ചെയ്തേക്കുന്ന ആനന്ദ് മന്മഥൻ. പുള്ളിക്കാരനും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇച്ചിരി നേരത്തെ പറഞ്ഞ മാതിരി ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ ക്യാരക്ടറിൽ ചേഞ്ചസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അത്ര കൺവിൻസിങ് ആയിട്ട് വരാത്ത ചില സ്ഥലങ്ങളുണ്ട്. ബാക്കിയുള്ളത്തെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജയ കുറുപ്പ്, പുള്ളിക്കാരിയുടെ ഒക്കെ ഒരു നാച്ചുറൽ ഒരു പരിപാടിയുണ്ട്. നമുക്ക് തോന്നും ആ പുള്ളിക്കാരി അല്ല, അത് അവിടുത്തെ ഉള്ള ഒരു സ്ത്രീയാണ്, ഒരു അമ്മയാണ് നമുക്ക് തോന്നുന്ന രീതിയിൽ അത്രയും കൺവിൻസിങ് ആയിട്ട് തന്നെ പുള്ളിക്കാരി അഭിനയിച്ചു വെച്ചിട്ടുണ്ട്. ലിജോ മോൾ ജോസിന്റെ അഭിനയം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൺ ദ നെക്സ്റ്റ് ലെവൽ. പുള്ളിക്കാരി ആ ഒരു ക്യാരക്ടറിന് കൊടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചേഞ്ചസ് വരുന്നുണ്ട് ഒരു ക്യാരക്ടർ. പക്ഷെ ആ ഒരു ക്യാരക്ടർ എന്താണ് എന്നത് നമ്മൾ ഓരോ സെക്കൻഡും ആ ഒരു ക്യാരക്ടറിന്റെ മുഖത്താണെങ്കിലും ശരി, ആറ്റിറ്റ്യൂഡിലാണെങ്കിലും എവിഡൻ്റ് ആണ്. ഭയങ്കരമായിട്ട് നമ്മൾ വിശ്വസിക്കും ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ളതിൽ. അത്ര ഗംഭീരമായിട്ട് ലിജോ മോൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രൂണോ ചെയ്ത ആനന്ദ് മന്മഥാനാണെങ്കിലും ശരി, ബേസിൽ ജോസഫ് ചെയ്ത PP അജീഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ആണെങ്കിലും ശരി, അതുപോലെ തന്നെ നമ്മുടെ അംബാൻ ചെയ്ത ബ്രൂണോ എന്ന് പറയുന്ന ക്യാരക്ടർ, എല്ലാവരും 4 പേരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഇത് പറഞ്ഞതിൽ ചില ആൾക്കാർ ക്യാരക്ടറിൽ നിന്ന് മാറി വേറൊരു ബിഹേവിയറിലോട്ട് പോകുന്ന മാതിരി തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ആക്ടിങ്ങിന്റെ മിസ്റ്റേക്ക് അല്ല, ബാക്കി ചെറിയ കാരണങ്ങളാൽ വരുന്ന കാര്യങ്ങളാണെന്ന് മാത്രം പറയുന്നു.
സന്ധ്യ രാജേന്ദ്രൻ, ഇവരെല്ലാവരും. അതുപോലെ തന്നെ ബ്രൂണോയുടെ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ട് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൊല്ലത്തുള്ള കുറച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, കുറച്ച് പയ്യന്മാർ, അതുപോലെ തന്നെ ഇതിലൊരാളുടെ ഒരു അച്ഛൻ, ഒരു ക്യാരക്ടറും പുള്ളിക്കാരനും, ഐ മീൻ റീലിലൊക്കെ വരുന്ന ഒരു പുള്ളിക്കാരൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല, ഒരു സീനിൽ ജസ്റ്റ് കാണിക്കുന്നു എന്നൊക്കെ ഉള്ളൂ. ഒരു വെള്ളമൊടി പാർട്ടി പോലത്തെ ഒരു സമയത്തൊക്കെ പുള്ളിക്കാരനൊക്കെ അതിൻ്റെ അകത്ത് പ്രസൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതുമാതിരി തന്നെ ഇതിൻ്റെ ചെറിയ ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഈ ഒരു സിനിമയിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചില സീൻസ് അവർ ആഡ് ചെയ്തിരുന്നെങ്കിൽ, ചില വിഷ്വൽ സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ, ചില സാധനങ്ങൾ അവർ എടുക്കാതിരുന്നിരുന്നെങ്കിൽ, ചില സീൻസ് ഒന്നും ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ തോന്നിപ്പോയി. ചില സീൻസ് അത് വരുമ്പോൾ ആ ഒരു ഫ്ലോയിനെയൊക്കെ തന്നെ നശിപ്പിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് ചില സീൻസ്. ബട്ട് ഇറ്റ് വാസ് ഓക്കെ. ഈ സിനിമയിൽ ഒരു ഹൈലൈറ്റ് പരിപാടി എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, ബേസിൽ ചെയ്യുന്ന ഒരു പി അജീഷ് എന്ന് പറയുന്ന ക്യാരക്ടറാണോ അതോ മറിയാനോ, അതായത് സജിൻ ഗോപു ചെയ്യുന്ന ഒരു ക്യാരക്ടർ, ഇതിൽ ആരാണ് വില്ലൻ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. മറിയാനോ എന്ന് പറയുന്ന ക്യാരക്ടറെ ഭയങ്കരമായിട്ട് ഞാൻ കണക്ട് ചെയ്തു എന്നുള്ളതാണ്. പുള്ളിക്കാരൻ്റെ കുറേ എന്താ പറയുക തോട്ട്, പുള്ളിക്കാരൻ്റെ കുറേ വിശ്വാസങ്ങൾ, പുള്ളിക്കാരൻ്റെ കുറേ രീതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ രണ്ടിൽ ആരാണ് വില്ലൻ എന്നൊരു സാധനം എനിക്ക് തോന്നുന്നു. പക്ഷെ ഈ സിനിമ തീരുന്ന ഒരു സ്ഥലത്തൊക്കെ തന്നെ അജീഷ് പി അജീഷാണ് ഒരു നായകൻ അല്ലെങ്കിൽ നായക സ്ഥാനത്ത് നിൽക്കുന്നത്. മറിയാനോ അതിന് വലിയൊരു വില്ലത്തരം വലുതായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ടു ബി ഓണസ്റ്റ്. അവിടെ വില്ലത്തരം കൂടുതലും ചെയ്യുന്ന ലിജോ മോളി ചെയ്ത സ്റ്റെഫി ഗ്രാഫ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷെ ലാസ്റ്റിൽ കൊണ്ടുവന്നിട്ട് വേറെ ചില രീതികളിലാണ് അവർ ഒരു സിനിമ കൊണ്ടുവന്നത്, വിച്ച് ഇസ് ഫൈൻ. ഈ ഒരു സിനിമ എഴുതിയ അല്ലെങ്കിൽ ഡയറക്ടറിന്റെ ഒരു തോട്ട് തന്നെയാണ്. പക്ഷെ എനിക്ക് മറിയാനോ എന്ന് പറയുന്ന ക്യാരക്ടർ കുറച്ചും കൂടി നന്നായിട്ട് കണക്ട് ചെയ്തു. അത് ഗംഭീരമായിട്ട് സ്ക്രീനിൽ വന്നിട്ടുണ്ട് എന്നുള്ളതും ഒരു കാരണമാണ്. മനുഷ്യരങ്ങനെയാണല്ലോ, ഒരിക്കലും വൈറ്റ് ഓർ ബ്ലാക്ക് ഒരു പരിപാടിയല്ല. എല്ലാവരും ഒരു ഗ്രേ ഷെയ്ഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അതുമാതിരി തന്നെ ഒരു ഗ്രേ ഷെയ്ഡിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഈ സിനിമയിൽ ഏറ്റവും കൂടുതലുള്ളത്. ഏറ്റവും കൂടുതലല്ല, എല്ലാവരും അത് തന്നെയാണെന്ന് പറയാം. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു സിനിമയ്ക്ക് ഇത്രയും വലിയൊരു ഭംഗിയുള്ളത്. ഓരോ ആൾക്കാരുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോഴും അവർ ശരിയാണ്, മറ്റേ ആളൊരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അവർ തെറ്റും. ഈ ഒരു കോൺട്രഡിക്ടറി സംഭവം ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്യണം എന്ന് സിനിമ കാണുന്ന ഒരാൾക്ക് ഡിസൈഡ് ചെയ്യാം. എനിക്ക് ഇയാളാണ് ശരിയെന്ന് തോന്നുന്നു, എനിക്ക് ഇയാളാണ് ശരിയെന്ന് തോന്നുന്നത്. പല രീതിയിലാണ് നമുക്ക് ഈ ഒരു സിനിമയെ കാണാൻ പറ്റുക. അല്ല ചില സിനിമയിലുള്ള പോലെ ഇയാൾ നായകനാണ്, ഇയാൾ വില്ലനാണ്, അല്ലെങ്കിൽ ഇവരിങ്ങനെയാണ്, പാവമാണ്, ഇവർ ഭയങ്കരയാണ് എന്നൊക്കെയുള്ള സാധനങ്ങളൊന്നുമില്ല. നമ്മുടെ ഒരു വ്യൂ പോയിന്റ് വെച്ചിട്ട് ഇതിൽ ഓരോ ആക്ടേഴ്സും നായകനും നായികയാവുന്നുണ്ട്, വില്ലനും വില്ലത്തരം ചെയ്യുന്ന ആൾക്കാരുമായിട്ട് മാറുന്നുണ്ട്. ആ ഒരു ഫ്രീഡം നമുക്ക് ഭയങ്കരമായിട്ട് തോന്നും ഈ ഒരു സിനിമയിൽ. എല്ലാവരും ഒരു ഗ്രേ ഷെയ്ഡ് ഉള്ള ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട്. അതാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഒരു പൊടിക്ക് പോലും ലാഗ് വന്നില്ല ഈ ഒരു സിനിമയിൽ എന്നുള്ളതാണ്. തുടക്കം തൊട്ട് എൻഡ് വരെ നമ്മൾ അതിൻ്റെ കൂടെ അങ്ങ് പോകണം. നമുക്ക് ഒരു സെക്കൻഡ് പോലും കൂടുതലൊന്നും ആലോചിക്കാൻ ഒരു ടൈമില്ല. ഇത് ലാഗ് ആയിരുന്നോ എന്ന് ആലോചിക്കാൻ ഒരു ടൈം വേണ്ട, അതുപോലും കിട്ടില്ല. കാര്യം അത്രയ്ക്ക് ടക്ക് 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 എന്നും പറഞ്ഞിട്ട് ഓരോ ഇവന്റ്സ് നടക്കുകയാണ്. അത്രയും എൻഗേജ്ഡ് ആയിട്ട് നമ്മൾ നിർത്താനായിട്ട് ഈ ഒരു സിനിമയ്ക്ക് പറ്റുന്നുണ്ട്. ഇനി എന്ത് സംഭവിക്കും എന്നൊരു ആകാംക്ഷ കൊണ്ടുവരാനായിട്ട് ഈ ഡയറക്ടറിന് പറ്റിയിട്ടുണ്ട്. ആ ഒരു റൈറ്റിങ്ങും നന്നായിട്ടുണ്ട്, അതിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓൾറെഡി ഈ സിനിമയുടെ ചെറിയ ക്ലൈമാക്സും ട്രെയിലറും ഒക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് എവിടെ ചെന്ന് തീരും എന്നൊരു ഐഡിയ സ്റ്റാർട്ടിങ്ങിലേ നമുക്ക് ഉണ്ടായിരുന്നു. ഇന്നിടത്താണ് എത്തുക, അത് എങ്ങനെയാണ് അവിടം വരെ എത്തുന്ന ഒരു സിനിമ എന്നത് അല്ലാതെ ക്ലൈമാക്സ് ഓൾമോസ്റ്റ് നമുക്ക് അറിയാവുന്നുള്ളൊരു രീതിയിലാണ് ആ ഒരു ട്രെയിലർ ആണെങ്കിലും പോസ്റ്ററൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അത് കാരണം എനിക്ക് വിചാരിച്ചത്ര അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് എനിക്ക് ഓൾറെഡി ക്ലൈമാക്സ് എന്തായിരിക്കും എന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് അതുമാതിരി തന്നെയാണ് ആ ഒരു സിനിമ വന്ന് നിന്നതും. ഭയങ്കര സർപ്രൈസ് അവിടെ കൊണ്ടുവരാൻ പറ്റിയില്ല ക്ലൈമാക്സിൽ. പക്ഷേ നല്ലൊരു സ്വീറ്റ് ഒരു നോട്ടിൽ തന്നെയാണ് അവർ നിർത്തിയേക്കുന്നത് ഈ ഒരു സിനിമ. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഒരാളുടെ നിന്ന് കുറച്ച് കാശ് അല്ലെങ്കിൽ സ്വർണ്ണം എന്തെങ്കിലും കടം മേടിച്ചു, നിങ്ങൾ വേറെ എവിടെയോ കൊണ്ടുപോയി കൊടുത്തു. മേടിക്കുന്ന ആള് നിങ്ങളാണ്. അതിനു പകരം നിങ്ങൾ എവിടെയാണോ കൊണ്ടു കൊടുത്തത് അവിടുന്ന് അത് എടുക്കാൻ ശ്രമിക്കുന്നതിൽ ഉള്ളൊരു ലോജിക്കൽ ഇഷ്യൂ ഉണ്ട്. നിങ്ങളാണ് കടം മേടിച്ചത്, നിങ്ങളുടെ കൂടെ അല്ലേ ചോദിക്കേണ്ടത്. അതിന് വരെ ഇത് എവിടെയാണോ നിങ്ങൾ കൊണ്ടുപോയി കൊടുത്ത് അവിടുന്ന് അത് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ലോജിക്കൽ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് കൺവിൻസിങ് ആണ്, കൺവിൻസിങ് എനഫ്. ഒരിക്കലും അത് ഭയങ്കര സംഭവം ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അത് കൺവിൻസിങ് ആയിട്ട് ഈ ഒരു തോട്ട് അത്രയും പ്രോപ്പറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു തോട്ട്, അതായത് എൻ്റെ സാധനം അവിടെയാണ്, അവിടെ ഞാൻ എടുക്കും. അത് ആർക്കാണോ നിങ്ങൾ കൊടുത്തത് എന്നുള്ളത് അവിടെ ഒരു വിഷയമേ അല്ല, മറ്റതെങ്ങനെയെങ്കിലും എടുക്കുക എന്നത് മാത്രമാണ്. ഈ ഇടയ്ക്കുള്ള ഈ മിഡിൽമാൻ അല്ലെങ്കിൽ ആരാണോ നിങ്ങളുടെ നിന്ന് കടം മേടിച്ച് കൊടുത്തത് അവരെ ഇവിടുന്ന് അവോയ്ഡ് ചെയ്തിട്ട് ഞങ്ങൾ തമ്മിലാകാം എന്നുള്ളൊരു തോട്ട്, ആ ഒരു രീതിയിലാണ് ഈ ഒരു സിനിമ പോകുന്നത്. അത് അത്രയ്ക്ക് പ്രോപ്പറായെന്ന് തോന്നില്ല, പക്ഷേ ഇറ്റ് വാസ് കൺവിൻസിങ് എനഫ്. ആ കൺവിൻസിങ് രീതിയിൽ തന്നെ അവർക്കത് കൊണ്ടുവരാൻ പറ്റി. അപ്പം അതുകൊണ്ട് വലിയൊരു കല്ലുകടിയായിട്ട് അത് നിൽക്കില്ല. എന്നാലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം.
അപ്പോൾ ഓവറോൾ നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഇറ്റ്സ് ഗുഡ് മൂവി അല്ലെങ്കിൽ ബെറ്റർ ദാൻ ഗുഡ് എന്ന് പറയാൻ തോന്നുന്ന ഒരു സിനിമ തന്നെയാണ് പൊന്മാൻ. അപ്പം നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം താഴെ കമൻറ്റ് ചെയ്യുക. അതുമാതിരി തന്നെ 10-ന് എത്ര റേറ്റിംഗ് കൊടുക്കും എന്നും കൂടി താഴെ ഇടുക. അപ്പം ഈ ഒരു സിനിമ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കമൻറ്റ്സ് ഒക്കെ വായിച്ച് നോക്കിയിട്ട് സിനിമ കാണണോ കാണണ്ടേ എന്നൊക്കെ ഡിസൈഡ് ചെയ്യാൻ ഒരു നല്ലൊരു കാര്യമായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അൻറ്റിൽ ദെൻ ബൈ.